ജയിലിലും ആഞ്ഞടിച്ച് ഓപ്പറേഷൻ തൂഫാൻ. സംസ്ഥാനത്തെ ജയിലുകളിൽ രാത്രി ആരംഭിച്ച പരിശോധന പുലർച്ചെ വരെ നീണ്ടു. പൂജപ്പുര ജയിലിൽ നിന്ന് കഞ്ചാവ് പൊതികളും കത്തിയും സിഗരറ്റ് പാക്കറ്റുകളും കണ്ടെത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഹാഷിഷ് ഓയിലും കഞ്ചാവും പിടികൂടി. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി. സംസ്ഥാനത്തെ ജയിലുകളിലും മയക്കുമരുന്ന് പരിശോധന നടത്തിയതിൽ മയക്കുമരുന്ന് പിടികൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം. എങ്ങനെ ജയിലിലേക്ക് മയക്കുമരുന്ന് എത്തി എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. അഭിലാഷ, മതിൽ കെട്ടി വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന നമ്മുടെ ജയിലുകളും ലഹരി വിമുക്തമല്ല എന്നാണ് ഇന്നലത്തെ ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് സംസ്ഥാനത്തെ സെൻട്രൽ ജയിലുകളിൽ, അത് കണ്ണൂർ, വിയ്യൂർ, തവനൂർ, തിരുവനന്തപുരം, പൂജപ്പുര ഈ ജയിലുകളിൽ മിന്നൽ പരിശോധന പോലീസിന്റെ ഭാഗത്തും ഒപ്പം ജയിൽ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് നടത്തിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിരുന്നു. ആ റെയ്ഡിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നടത്തിയ പരിശോധനയിൽ ഏതാനും പൊതികളിൽ കഞ്ചാവ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ കഞ്ചാവ് അതിനകത്ത് എത്തിച്ചത് ആരാണ് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണം നടക്കുകയാണ്. അതിനൊപ്പം തന്നെ സിഗരറ്റ് പാക്കറ്റുകളും പല ജയിലുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പൂജപ്പുര ജയിലിൽ നിന്ന് തന്നെ ഒരു കത്തി ഒളിപ്പിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ലഹരിയുടെ ഇടപാടുകൾ ജയിലുകളിലും നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ അതിന്റെ വിവരങ്ങളുണ്ടായിരുന്നു, ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ ജയിലിൽ നിന്ന് കഞ്ചാവ് ലഭിച്ചതോടുകൂടി കൂടുതൽ മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ജയിലുകളിലേക്ക് പുതുതായി എത്തുന്നവർ, അവരെ കേന്ദ്രീകരിച്ച് ഈ മയക്കുമരുന്ന് ശൃംഖല ജയിലുകളിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലായത്. അതായത് ഇവരെ പിന്നീട് ലഹരിക്കടത്തുകാരാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം, അങ്ങനെ ഒരു ഏകോപനം നടക്കുന്നതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനയാണ് ജയിലിൽ നടന്നത്.